ഫിലിമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ സിനിമ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു വ്യൂ ഉണ്ടാവുമല്ലോ, എൻ്റെ പാട്ട് ഇങ്ങനെ ഇരിക്കണം, അപ്പം അത് അവർ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഇതിൽ പോകരുത്. പോവുകയാണെങ്കിൽ നമ്മൾ അതിന് തയ്യാറായിട്ട് തന്നെ പോകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്കിളിന്റെ ഉള്ളില് എത്രയോ ഇനി പുറത്തേക്ക് വരാൻ കിടക്കുന്നു അല്ലേ? ഒരംശം അല്ല, അത് തന്നെ പറയാം. അത് വിളിക്കുന്നുള്ള ധാരണയില്ല ഞാൻ ഇരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ ഇത് ആരും വിളിക്കണല്ലോ എന്ന് വെച്ച് മ്യൂസിക് നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കും. ഒരു രാഗം എടുത്താൽ അതിനെ കുറിച്ച് റിസർച്ച് നടത്തി ഒരുപാട് ചെയ്യുകയും ഒരു രാഗത്തിനെ എങ്ങനെ ഒരു മറ്റു രാഗത്തിലുള്ളതിനും എല്ലാം അല്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ദിവസം പാടും. ഒരു 6-7 മണിക്കൂർ ഇങ്ങനെ രാഗവസ്ഥ ഇങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇരിക്കും. അതിൽ എന്തൊക്കെ ചെയ്യാവുന്ന ട്യൂൺ എങ്ങനെ ഉണ്ടാകും, അതിങ്ങനെ ആരും വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വരെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനൊരു മാറ്റമില്ല. എല്ലാവരോടും പറയുന്നതാ ഞാൻ. നിങ്ങൾ വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടിയ സന്ദർഭങ്ങൾ നോക്കിക്കൊണ്ട് മ്യൂസിക് എടുക്കരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മ്യൂസിക്കിൻ്റെ അറിവ് നേടുക. പിന്നെ സന്ദർഭം തരുന്ന മുകളിൽ ഒരാളാണ്. അത് ഡെഡിക്കേഷൻ, മ്യൂസിക്കിനോട് ഡെഡിക്കേഷൻ ഒരിക്കലും കുറയരുത്.